എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞി പോലത്തെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. മുട്ടയും ഉണ്ണിയപ്പ ചട്ടി ഉണ്ടെങ്കിൽ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 10 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത മുട്ടയാണിത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ മുട്ട എടുത്തിട്ട് ഇതാ ഒരു മുട്ടനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വെള്ളം മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ മുട്ടയും കട്ട് ചെയ്തിട്ട് മഞ്ഞയും വെള്ളയും മാറ്റുക. എല്ലാ മുട്ടയും കട്ട് ചെയ്തിട്ട് മഞ്ഞ വേറെയും വെള്ള വേറെയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ, മുട്ടൻ്റെ മഞ്ഞ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കണം. ആ ഒരു ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ആ ഒരു മഞ്ഞയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഉടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത് കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്ത് കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ ഫില്ലിങ് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഇതാ ഇതുപോലെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കുക. ആ ഒരു മഞ്ഞ എടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഇതുപോലെ നിറച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ മുട്ടൻ്റെ വെള്ളയിലേക്കും ഫില്ലിങ് നിറച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്യുക. അത്യാവശ്യം ചൂട് പോയതിന് ശേഷം ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ വെള്ളയിലേക്കും മുട്ടൻ്റെ മഞ്ഞ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 4 മുട്ട എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ല, ആ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇതാ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തതിന്. അതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഇതുപോലെ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ചെറിയ കുഴിയുള്ള ഉണ്ണിയപ്പ ചട്ടിയാണ്. അത്യാവശ്യം വലിയ കുഴിയുള്ളതാണെങ്കിലാണ് കൂടുതൽ നല്ലത്. അത് ഇതുപോലെ പകുതിയോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങെല്ലാം നിറച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ അതിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എല്ലാ കുഴിയിലേക്കും ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് കുഴി കൂടുതലുള്ള ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മളിങ്ങനെ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ബാറ്റർ മുട്ടൻ്റെ മുകളിലായിട്ട് വരണം. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇപ്പോൾ കുഴി കുറവായതുകൊണ്ട് തന്നെ മുകളിലേക്ക് വരുന്നില്ല. നമുക്ക് പിന്നീട് കുറച്ച് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബാറ്റർ ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുറച്ചായിട്ട് മുകളിൽ ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി നന്നായിട്ട് ഇളകി വരാൻ തുടങ്ങും. നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം ഇളകി വരുമ്പോൾ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മുഴുവനും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്താൽ ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. നമ്മൾ ആദ്യം മറിച്ചിട്ടത് നമുക്കിതാ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ബാറ്റർ മുകളിൽ വരുന്നുണ്ടെങ്കിൽ നല്ല തൊപ്പിയിട്ടതുപോലെ ആവും. അപ്പോൾ അത് വരാത്തത് കൊണ്ട് തന്നെ ഇതാ ഈ ഒരു രീതിയിൽ മുട്ട പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും അല്പം ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, പിന്നെ മുട്ട വെച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്തെടുത്താൽ മതി. 10 മുട്ടക്ക് 20 സ്നാക്കാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ചൂട് ചായക്കൊപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാനും കൂടെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാലും അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.